ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ വീണ്ടും പൊതുസമൂഹം മറ്റൊരു തെരഞ്ഞെടുപ്പിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി നൽകുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കാണാൻ വേണ്ടി കേരളത്തിന്റെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം രാത്രി അന്തി ഉറങ്ങാൻ 2 ലക്ഷം രൂപ ചിലവഴിച്ചു എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ സൂചകമാണ് എന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ്. മിസ്റ്റർ MP രാജേഷ്, അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹം പറയുകയാണ് ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടിയാണ് പോലും രാത്രി 12 മണി വരെ ബാറുകൾ സമയം നീട്ടിയിട്ടുള്ളത് എന്നാണ്. അതിനർത്ഥം എന്താണ്? ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താല്പര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള അതിലേറെ പൊതുസമൂഹത്തിന്റെ വികാരമായിട്ടുള്ള അയ്യപ്പന്റെ സ്വർണപ്പാളി കവർച്ച ചെയ്തെടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോഴും SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നിട്ടും ഈ നിമിഷം വരെ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ സാധിക്കാതിരിക്കുന്നതും കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി SIT നിശ്ചലാവസ്ഥയിലായിരിക്കുന്നതും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയുള്ള ഈ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഈ കേസന്വേഷണം കോടതിയുടെ മുൻപാകെ BJP അപേക്ഷിക്കുകയാണ്. CBIക്ക് കൈമാറാൻ തയ്യാറാകണം. യഥാർത്ഥത്തിൽ SITയുടെ ഉദ്യോഗസ്ഥന്മാർ ഇത് കണ്ടെത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ചോദ്യം ചെയ്യേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ്. സ്വർണപ്പാളിയും അയ്യപ്പന്റെ എല്ലാ വസ്തുവകകളും സംരക്ഷിക്കുമെന്ന് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത നമ്മുടെ മന്ത്രിമാരുള്ള ഈ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ ക്യാമറ കണ്ണുകളെയും ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് വാഹനം അവിടെ വന്ന് നിന്നതും വാഹനത്തിനകത്ത് സ്വർണപ്പാളികൾ ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയതും എല്ലാം ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിലനിൽക്കുകയാണ്. BJPക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്താൽ ഈ സ്വർണം എവിടേക്ക് പോയി എന്നും ആ ഡീലിൽ എത്രയാണ് കിട്ടിയതെന്നും വളരെ വ്യക്തമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. അതിന് പരമോന്നത നീതിപീഠത്തോട് ഭാരതീയ ജനതാ പാർട്ടി അപേക്ഷിക്കുകയാണ്. ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPIM ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഈ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ വീണ്ടും പൊതുസമൂഹം മറ്റൊരു തെരഞ്ഞെടുപ്പിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി നൽകുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കാണാൻ വേണ്ടി കേരളത്തിന്റെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തത്. ആ അയ്യപ്പ സംഗമത്തിൽ ചെലവായത് 5 കോടിയോളം രൂപയാണ് എന്ന് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ പറയുകയും എന്നാൽ 7 കോടിയിലധികം വരുന്ന തുക ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ള കണക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ തീവട്ടിക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് മിസ്റ്റർ ജയകുമാർ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യവും കേരള സമൂഹം
ചർച്ച ചെയ്യുകയാണ്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അയ്യപ്പ സംഗമത്തിന് ഒരു കരാറുമില്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കാൻ ഒരു മടിയും ഈ ഗവൺമെന്റിനുണ്ടായില്ല. മാത്രവുമല്ല, ചടയൻ ഗോവിന്ദന്റെ പാർട്ടി, ബഹുമാനപ്പെട്ട അച്യുതാനന്ദന്റെ പാർട്ടി, ശ്രീമാൻ AK ഗോപാലന്റെ പാർട്ടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ എത്തി നിൽക്കുമ്പോൾ താൻ കണ്ണൂരിലെ പ്രത്യേകമായിട്ടുള്ള ഭക്ഷണമായിട്ടുള്ള, എനിക്കൊക്കെയും അത് ഉണ്ടാക്കാൻ അറിയാം, പൊറോട്ടി, അതായത് കനത്തിൽ അരി കുഴച്ചു പരത്തിയിട്ട് ഒരു 8 ദോശയുടെ കനത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഒറോട്ടി എന്ന് ചില സ്ഥലത്ത് പറയും. അപ്പൊ നമ്മുടെ പാവപ്പെട്ടവരുടെ പടനായകനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് കേട്ടു. അദ്ദേഹം ചെറുപ്പത്തിൽ ഒറോട്ടി കഴിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത്. ആ വിഭവം, ആ ഒരു ഭക്ഷണം കഴിച്ചാൽ വിശക്കില്ല, കുറെ സമയത്തേക്ക് വിശക്കാതിരിക്കും. അതിനോടൊപ്പം കറികൾ ഉണ്ടാവില്ല പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ. അപ്പൊ അങ്ങനെ പാവപ്പെട്ടവരുടെ വീട്ടിൽ ജനിക്കുകയും ഒരു കറി പോലും കഴിക്കാനില്ലാതെ ഒറോട്ടി മാത്രം കഴിച്ച് സ്കൂളിൽ പോവുകയും ചെയ്ത നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്ന ആ ഒരു ബാല്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തൽ നടത്തുമ്പോൾ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം രാത്രി അന്തി ഉറങ്ങാൻ 2 ലക്ഷം രൂപ ചിലവഴിച്ചു എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ സൂചകമാണ് എന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ്. നല്ലവരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെ സഖാക്കന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കണമെന്നും കേരളത്തിൽ നിന്ന് അഖിലേന്ത്യാ തലത്തിലേക്ക് എത്തിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർ ശ്രീമാൻ MA ബേബി ഈ വിഷയത്തോട് അയ്യപ്പ മഹാസംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു രാത്രിയിൽ ഉറങ്ങാൻ 2 ലക്ഷം രൂപ ചെലവഴിച്ചതിനെ കുറിച്ച് പൊതുസമൂഹത്തോട് മറുപടി പറയണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. 2016 മാർക്സിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തോട് പറഞ്ഞത് മദ്യവർജനമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്നാണ്. 2016 സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ 29 ബാറുകളായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കേരളത്തിൽ 884 ബാറുകൾ ഉയർന്നു കഴിഞ്ഞു. ചോദിക്കുന്നവർക്കെല്ലാം പെട്ടിക്കട കൊടുക്കുന്നത് പോലെ ബാറുകൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയൻ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ബാറിന്റെ പ്രവർത്തന സമയം അത് അർദ്ധരാത്രി വരെയായിട്ട് നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് വലിയ ഒരു തീവട്ടിക്കൊള്ളയ്ക്കും മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണസമ്പാദനത്തിനുമുള്ള വേദിയാക്കി ഈ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് അതീവ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിന് കാരണമായി കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരനായ ഭാവി കേരള പ്രതീക്ഷയോടെ നോക്കുന്ന ഏത് പാർട്ടിക്കാരനുമാകട്ടെ പ്രതീക്ഷയോടുകൂടി നോക്കേണ്ട ഒരു വ്യക്തി മിസ്റ്റർ MP രാജേഷ്, അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹം പറയുകയാണ് ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടിയാണ് പോലും രാത്രി 12 മണി വരെ ബാറുകൾ സമയം നീട്ടിയിട്ടുള്ളത് എന്നാണ്. അതിനർത്ഥം എന്താണ്? ഇന്ത്യയിൽ ടൂറിസം വികസനത്തിന് വേണ്ടി ഏറ്റവും പേരുകേട്ട നിരവധി സംസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഗുജറാത്ത് ഇന്ത്യയിൽ 4ാം സ്ഥാനത്താണ്. ആ ഗുജറാത്തിൽ സമ്പൂർണ്ണ മദ്യവർജനമാണ്. അപ്പൊ സമ്പൂർണ്ണ മദ്യവർജനമുള്ള ഗുജറാത്തിൽ 18 കോടി ആളുകൾ ഒരു വർഷം ആ ഗുജറാത്തിൽ വന്ന് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആ നാടിനെ കാണുന്നു, ആ നാടിന്റെ ആത്മീയ ടൂറിസത്തിൽ പങ്കെടുക്കുന്നു, അവിടുത്തെ വികസനത്തെ കുറിച്ച് ടൂറിസ്റ്റുകൾ പരിശോധിക്കുന്നു, പഠിക്കുന്നു, ആ നാട് കണ്ട് തിരിച്ചു പോകുന്നു. എങ്കിൽ 2 കോടിയിലടുത്ത് മാത്രം ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിലെ യുവാവായിട്ടുള്ള ഒരു മന്ത്രി പറയുകയാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തത് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത്? അതാണോ കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയുടെ ഭാഷ? ഈ കേരളത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിനെ വർദ്ധിപ്പിക്കാൻ,
ആത്മീയ ടൂറിസത്തിനെ വളർത്താൻ, ഈ കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ കേരളത്തെ കുറിച്ച് ലോകം അറിയേണ്ടത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. ആ നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട് കാണാൻ വരുന്നവരെ കൂടി അപമാനിക്കുന്ന സമീപനമാണ് ഒരു വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അത്യന്തം ലജ്ജാകരമാണ്, അത് കുറ്റകരമാണ് എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി പൊതുസമൂഹത്തോട് അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശനത്തിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു, ഈ രാജ്യത്ത് മുസ്ലിം ജനത വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായി. എന്നാൽ കാന്തപുരത്തിന്റെ വാക്കുകൾ കേട്ടതിനു ശേഷവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി.ഡി. സതീശൻ പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ്. അപ്പൊ ഒരു മുസ്ലിം സമുദായത്തിന്റെ എണ്ണമറ്റ ആളുകളുടെ, ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ മതപണ്ഡിതനും അവരുടെ ഒരു സംഘടനയുടെ അവസാന വാക്കുമായിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പൊതുസമൂഹത്തോട് ഞങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം, ഭാരതം മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകണം എന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചിന്ത. ഞങ്ങൾ ശ്രീമാൻ വി.ഡി. സതീശനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം മടിയിലിരുത്തിയിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയെ മടിയിലിരുത്തിക്കൊണ്ട് തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളിയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഭരണഘടനയുണ്ട്. അവർ മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് മുൻ കോൺഗ്രസിന്റെ ലീഡറും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താല്പര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ തള്ളിപ്പറയുകയാണോ കേരളത്തിൽ? ആ ചോദ്യം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുകയാണ്. രണ്ടാമതായി, മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആശയം കേരള സമൂഹത്തിന് ജമാഅത്ത് ഇസ്ലാമി വെല്ലുവിളിയോടെ ഉയർത്തുകയാണ് എന്ന് സമസ്തയുടെ സമ്മേളനം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആശയ ചിന്താഗതിയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മതരാഷ്ട്ര സിദ്ധാന്തത്തെ അംഗീകരിക്കുന്ന ഒരു സംഘടനയെ മടിയിലിരുത്തിക്കൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് ഇവിടെ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും അതിൽ തന്നെ NSSും SNDPയും KPMSും പുലയ മഹാസഭയും ഒക്കെ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു വ്യാമോഹമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇത് അത്യന്തം ലജ്ജാകരമാണ് എന്ന് ബഹുമാനപ്പെട്ട വി.ഡി. സതീശനെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തില് പ്രത്യേകം പറയേണ്ടതില്ല. 1996 മുതൽ 2006 വരെ ഇതേ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചതാണ് CPM. എന്നാൽ CPMലെ നേതാക്കന്മാർ അത് മറന്നു, കേരളത്തിന്റെ പൊതുസമൂഹം അത് മറന്നിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറുമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മിസ്റ്റർ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറുമായി ചർച്ച നടത്തിയത് അവരുടെ AKG സെന്ററിൽ ഇരുന്നുകൊണ്ടാണ്. അതിന് ശേഷവും നമുക്കറിയാം 2009 രാജ്യദ്രോഹ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന മദനിയുടെ പാർട്ടിയുമായിട്ട് കൂട്ടുചേർന്ന്
പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അവര് ഹുസൈൻ രണ്ടത്താണിക്ക് സീറ്റ് കൊടുത്തതും അത് കേരള സമൂഹം ചർച്ച ചെയ്തതും ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സിലബസ് കമ്മിറ്റിയിൽ ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ മെമ്പർമാർ ഉണ്ടായിരുന്നു എന്നുള്ളതും കുറ്റിപ്പുറത്ത് ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ആ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്ന മദനിയെ എണീറ്റ് നിന്നുകൊണ്ട് ഭക്ത്യാദരപൂർവം തൊഴുത് സ്വീകരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അവിടെ നിന്നുകൊണ്ടാണ് ചെങ്ങന്നൂരിൽ സ്വന്തം താമസമുള്ള അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ വീടുള്ള സജി ചെറിയാനും പാലക്കാടിലെ AK ബാലനുമൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തീർക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ സ്വന്തം അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടത്തെ മുസ്ലിം ജനസാമാന്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം, ഇവിടത്തെ ചെറുപ്പക്കാർ, ഇവിടത്തെ ചെറുപ്പക്കാരികൾ, ഭാവി തലമുറയിലെ മുസ്ലിം സുഹൃത്തുക്കൾ അവർ ഇന്ത്യയുടെ വികസനത്തെ നോക്കിക്കാണുകയും ആ വികസനത്തിന്റെ ഭാഗമായി തന്നെ അവർ രാജ്യ താല്പര്യം നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത്.